ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഖുഷ്ബു രച്തേ ഹെ ഹാത്ത് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബദ്ബൂ സെ ഭട്ടെ ജാത്തെ ഇസ് ടോലെ കെ അന്തർ ഖുഷ്ബു രച്തേ ഹെ ഹാത്ത് इससे कवि का तात्पर्य क्या होगा. അതായത് കവി ഇങ്ങനെ പറയുന്നുണ്ട്, ബദ്ബൂ സെ ഭട്ടെ ജാത്തെ ഇസ് ടോലെ കെ അന്തർ ഖുഷ്ബു രച്തേ ഹെ ഹാത്ത് എന്ന്. അപ്പം ഇതുകൊണ്ട് എന്തായിരിക്കും കവി ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ കവി कहना चाहते हैं कि अगरबत्ती बनाने वाले लोग बहुत गंदी और बदबूदार जगहों में रहते हैं. കവി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കെഹന ചാഹത്തെ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്, പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗർബത്തി ബനാനെ വാലി ലോഗ്. അഗർബത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ചന്ദനത്തിരിയൊക്കെ. അപ്പോൾ ഈ അഗർബത്തി ഉണ്ടാക്കുന്ന ആളുകൾ ബഹത് ഗന്ദി ഓർ ബദ്ബുദാർ ജഗഹോമേ, അതായത് ഗന്ദി എന്ന് വെച്ചാൽ ഡേർട്ടി ആയിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള, അതുപോലെ തന്നെ ബദ്ബുദാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് വരുന്ന ഈ ദുർഗന്ധമൊക്കെ ഉള്ള ജഗഹോമേ രഹത്തെ ഹെ, സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ഫിർബി എന്നിരുന്നാലും വേ അപ്നെ ഹാത്തോ സെ, അവർ തങ്ങളുടെ കൈകളാൽ സുഗന്ധിത് അഗർബത്തിയ ബനാത്തെ ഹെ, എന്താണ്, സുഗന്ധമുള്ള അഗർബത്തികൾ ഉണ്ടാക്കുന്നു. इससे पता चलता है कि कठिन जीवन में भी वे दूसरों के लिए अच्छी चीज़ें बनाते हैं. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്, അവരുടെ ജീവിതം കഠിനമാണ് എന്നുണ്ടെങ്കിലും അവർ മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ खुशबू रचते हैं हाथ, यहाँ खुशबू रचना से क्या क्या समझ सकते हैं. അപ്പോൾ കവി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്താണ്, ഖുഷ്ബു രച്തേ ഹെ ഹാത്ത് എന്ന്, സുഗന്ധം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നു കൈകൾ എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ ഖുഷ്ബു രചന എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഖുഷ്ബു രചന എന്ന് പറയുമ്പോൾ ചന്ദനത്തിരി ഉണ്ടാക്കുന്നത് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഹാ ഖുഷ്ബു രചനെ സെ മത്ലബ് ഹെ അഗർബത്തിയ ബനാന. ഇവിടെ എന്താണ്, സുഗന്ധം നിർമ്മിക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, അഗർബത്തി ഉണ്ടാക്കുക എന്നാണ്. पर कवि का तात्पर्य यह भी है कि जो लोग दूसरों के जीवन को सरल बनाते हैं वे आज भी गरीब है. പക്ഷേ കവി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, എന്താണ്, മറ്റുള്ളവരുടെ ജീവിതം സരൾ ബനാത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാക്കുന്ന ആളുകളുണ്ടല്ലോ, വേ അവർ ആജ് ബി ഗരീബ് ഹെ, അവർ ഇന്നും എന്താണ്, ഗരീബാണ്, അതായത് ദരിദ്രരാണ്. ഓർ ഗന്ദി ജഗഹോ പർ രഹത്തെ ഹെ, ഡേർട്ടി ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ഇസ്ലിയെ അതുകൊണ്ട് ഖുഷ്ബു രചനെ കാ താത്പര്യ ദൂസറോ കി ജീവൻ കോ സരൾ ബനാന ബി ഹോ സക്താ ഹെ. അപ്പം അവിടെ ഖുഷ്ബു രചന എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം മറ്റുള്ളവരുടെ ജീവിതത്തെ എളുപ്പമാക്കുക എന്നുള്ളത് കൂടി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും വലിയ ആൻസർ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ബ്രാക്കറ്റ് ഇട്ട ഭാഗം ഒഴിവാക്കുക. എന്നിട്ട് യഹാ ഖുഷ്ബു രചനെ സെ മത്ലബ് ഹെ അഗർബത്തിയാ ബനാന, എന്നിട്ട് ഖുഷ്ബു രചനെ കാ താത്പര്യ ദൂസറോ കെ ജീവൻ കോ സരൾ ബനാന ബി ഹോ സക്താ ഹെ എന്ന് എഴുതുക. കുറച്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആകുമ്പോഴും അങ്ങനെ നിങ്ങൾക്ക് കട്ട് ഷോർട്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അതിൻ്റെ മുകളിൽ എഴുതിയേക്കുന്നത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പോലത്തെ ഭാഗമാണ്. അപ്പോൾ അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെയും എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖുഷ്ബു രച്തേ ഹാത്തോ വാല മുഹല്ല കഹാ കഹാ ബസ്താ ഹെ, അതായത് ഈ അഗർബത്തി ഉണ്ടാക്കുന്ന ആളുകൾ എവിടെയൊക്കെയാണ് താമസിക്കുന്നത് എന്നാണ് കവിതയിൽ ചോദിച്ചിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇതാ കവിതയുടെ സെൻറ്റൻസ് തന്നെയാണ്. കൈ ഗലിയോ കെ ബീച്ച്, ഒരുപാട് ഗലികളുടെ ഇടയിലായിട്ട്. കൈ നാലോ കെ പാർ, ഒരുപാട് ഈ അഴുക്ക് ചാലുകളുടെ അപ്പുറത്തായിട്ട്. അതുപോലെ തന്നെ കൂടെ കർക്കട്ട് കെ ഢേറോ കെ ബാദ്, ഇങ്ങനെ വേസ്റ്റിൻ്റെ കൂനകളൊക്കെ കൂട്ടിയിട്ടുള്ള സ്ഥലങ്ങൾക്ക് ശേഷം. ബദ്ബൂ സെ ഭട്ടെ ജാത്തെ ടോലോ കെ അന്തർ, അല്ലെങ്കിൽ ടോലെ കെ അന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗന്ധം വമിക്കുന്ന ടോല എന്ന് പറഞ്ഞിങ്ങനെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിൻ്റെ ഉള്ളിലൊക്കെയാണ് എന്തുള്ളത്, ഈ അഗർബത്തി ഉണ്ടാക്കുന്ന ആളുകൾ താമസിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് നിങ്ങൾ കവിതയിൽ നിന്ന് എടുത്ത് എഴുതേണ്ടതാണ്, അതിൽ എക്സ്ട്രാ ഒന്നും പറയാനില്ല, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ,
ഖുഷ്ബു രച്ചനെ വാലെ ഹാത്തോं की വിശേഷതാएं क्या क्या है? ഈ അഗർബത്തി ഉണ്ടാക്കുന്ന ആളുകളുടെ കൈകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അതും കറക്റ്റായിട്ട് കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഉഭരി നസോ വാലെ ഹാത്ത്, എന്താണ് ഈ ഞരമ്പുകളൊക്കെ നന്നായിട്ട് വിസിബിൾ ആയിട്ടുള്ള കൈകൾ. ഘിസെ നാഖൂനോ വാലെ ഹാത്ത്, എന്താ ഈ ഘിസ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ തേയുക. അപ്പം നഖമൊക്കെ, നാഖൂൻ എന്ന് പറഞ്ഞാൽ നഖമൊക്കെ തേഞ്ഞു പോയിട്ടുള്ള കൈകളാണ്. പീപ്പൽ കെ പത്തേ സെ നയേ ഹാത്ത്, എന്താണ് പീപ്പലിന്റെ ആലില പോലത്തെ പുതിയ കൈകൾ, അതായത് കുട്ടികളുടെ കൈകളാണ് ഉദ്ദേശിക്കുന്നത്. ജൂഹി കി ഡാൽ സെ ഖുഷ്ബുദാർ ഹാത്ത്, അതായത് ഈ മുല്ലപ്പൂവിന്റെ തണ്ട് പോലെയുള്ള അതിനേക്കാളും സുഗന്ധമുള്ള കൈകൾ. ഗന്ധേ കട്ടേ പിട്ടേ ഹാത്ത്, മുറിഞ്ഞിട്ടൊക്കെയുള്ള വൃത്തിഹീനായിട്ടുള്ള കൈകൾ. ജഖ്മ സെ ഫട്ടേ ഹുവേ ഹാത്ത്, മുറിവുകളുള്ള അങ്ങനെ കീറിയിട്ടൊക്കെയുള്ള കൈകൾ, അതാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പഠേ ഓർ ലിഖേ. ദുനിയാ की सारी गंदगी के बीच दुनिया की सारी खुशबू रचते रहते हैं हाथ. ഇൻ പങ്ക്തിയോ പർ വിചാർ കരെ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള വരികളെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ എഴുതാനാണ് പറയുന്നത്. എന്താണ് വരികളുടെ അർത്ഥം? ദുനിയാ കി സാരി ഗന്ദഗി കെ ബീച്ച്, അതായത് ലോകത്തിലെ എല്ലാ ഗന്ദഗി എന്ന് വെച്ചാൽ ഈ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യം, അതിൻ്റെ ബീച്ച് ഇടയിൽ ദുനിയാ കി സാരി ഖുഷ്ബു, ലോകത്തിലെ മുഴുവൻ സുഗന്ധവും, രച്തേ രഹത്തെ ഹെ ഹാത്ത്, എന്നാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൈകൾ. അപ്പം ഈ വരികളെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? इन पंक्तियों से कवि का तात्पर्य है कि दुनिया में खुशबू रचने वाले लोग अक्सर सबसे गंदी जगहों में रहते हैं. അതായത് ഈ വരികൾ കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുനിയാമേ ഖുഷ്ബു രച്ചനെ വാലേ ലോഗ്, ലോകത്ത് സുഗന്ധം സൃഷ്ടിക്കുന്ന ആളുകൾ, ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അക്സർ പലപ്പോഴും എന്താണ് സബ്സെ ഗന്ദി ജഗഹോമേ രഹത്തെ ഹെ, ഏറ്റവും ഗന്ദി എന്ന് പറഞ്ഞാൽ വൃത്തിഹീനമായിട്ടുള്ള, വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ് പലപ്പോഴും താമസിക്കുന്നത്. ഖുഷ്ബു രച്ചനെ വാലെ ഹാത്ത് സെ ഉൻകാ താത്പര്യ ദേശ് കെ ഗരീബ് മസ്ദൂറോ സെ ഹെ. അപ്പം ഇവിടെ ഖുഷ്ബു രച്ചനെ വാലെ ഹാത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കവി ആ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഗരീബ് മസ്ദൂറിനെയാണ്. അതായത് ദരിദ്രരായിട്ടുള്ള മസ്ദൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികൾ. അപ്പം ഈ തൊഴിലാളികളെയാണ് അദ്ദേഹം സുഗന്ധം സൃഷ്ടിക്കുന്നവരായിട്ട് ചിത്രീകരിക്കുന്നത് കവിതയിൽ. ജോ ഗരീബി മേ രഹത്തെ ഹുവേ ബി ദുനിയാ കോ ഖുഷ്ബുദാർ ബനാത്തെ ഹെ, അവരെന്താണ് ഗരീബിയിൽ നിന്നിട്ടും, അവർ ദാരിദ്ര്യത്തിൽ ജീവിച്ചിട്ട് കൂടിയും, ഹുവേ ബി എന്ന് എഴുതുമ്പോൾ ജീവിച്ചിട്ട് കൂടിയും, ദുനിയാക്കോ ഖുഷ്ബുദാർ ബനാത്തെ ഹെ, ഈ ലോകത്തെ എന്താണ് സുഗന്ധപൂരിതമാക്കിയിട്ട് മാറ്റുന്നു. അതായത് ഈ ലോകത്ത് എന്താണ് സുഗന്ധം നിറയ്ക്കുന്നു എന്നുള്ളതാണ്. ഖുഷ്ബുദാർ എന്ന് വെച്ചാൽ സുഗന്ധമുള്ള എന്നാണ് അർത്ഥം. അർത്ഥാത് ലോഗോ കാ ജീവൻ സരൾ ബനാത്തെ ഹെ, അതായത് ആളുകളുടെ ജീവിതം എളുപ്പമാക്കുന്നു എന്നാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു പോം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കവിത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയാലും ഇതിലൊരു ചെറിയൊരു ആശയം മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഈ ഒരു കവിതയിൽ പറയുന്നത്. ओके, इनी नेक्स्ट यही इस गली में बनती है मुल्क की मशहूर अगरबत्तियाँ, इन पंक्तियों का आशय क्या है? അപ്പം ഈ ഗലിയിൽ തന്നെയാണ് ഉണ്ടാക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്നത് എന്ത്? മുൽക്ക് കി മഷൂർ അഗർബത്തിയ, ഇവിടുത്തെ മഷൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള അഗർബത്തിയ, എന്താണ് ചന്ദനത്തിരിയും മറ്റുമൊക്കെ. ഈ വരികളെ കുറിച്ചിട്ട് ഇതിൻ്റെ ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിന് ആൻസർ നോക്കുകയാണെങ്കിൽ ദേശ് കെ ഹർ ഘർ മേ പ്രതിദിൻ, അതായത് ഈ ദേശത്തിലെ എല്ലാ വീടുകളിലും പ്രതിദിൻ എന്ന് വെച്ചാൽ എന്താണ് എല്ലാ ദിവസവും അഗർബത്തിയ ജലായി ജാത്തി ഹെ, അഗർബത്തികൾ തെളിയിക്കുന്നുണ്ട് അല്ലെങ്കിൽ കത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. पर खुशबू फैलाने वाली अगरबत्तियाँ देश के सबसे गंदी और तंग गलियों में बनाई जाती है. ഇത് സബ് എന്നാണ് കേട്ടോ, ആ ലൈൻ കാണാത്തതാണ് PDF ആക്കിയപ്പോൾ. വാന്ന് എഴുതരുത്, ബാന്നാണ്. സബ്സെ ഗന്ദി ഓർ തംഗ് ഗലിയോ മേ ബനായി ജാത്തി ഹെ. അപ്പം എന്താണ് പറയുന്നത്? എല്ലാ വീട്ടിലും കത്തിക്കുന്ന ഒരു സാധനമാണ് അഗർബത്തി എന്ന് പറയുന്നത്. അപ്പം അതെന്താ ചെയ്യുന്നത്? ഖുഷ്ബു ഫെലാത്തി ഹെ അല്ലെങ്കിൽ ഖുഷ്ബു ഫെലാനെ വാലി അഗർബത്തിയ, ഈ സുഗന്ധം പരത്തുന്ന അഗർബത്തികൾ ദേശ് കെ സബ്സെ ഗന്ദി, ഈ ദേശത്തെ തന്നെ ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള, അതുപോലെ തന്നെ ഓർ തങ് ഗലിയോമേ, ഇങ്ങനെ ആളുകൾ തിങ്ങിക്കൂടിയിട്ടുള്ള തീരെ സ്പേസ് ഇല്ലാത്ത ഗലികളിൽ ആണ് ബനായി ജാത്തി ഹെ, എന്താണ് നിർമ്മിക്കപ്പെടുന്നത്. ജിസ്കെ പാസ് സെ നാല ഗുസർത്ത ഹെ അല്ലെങ്കിൽ പഠിത്ത ഹെ, ഏതെഴുതിയാലും കുഴപ്പമില്ല കേട്ടോ.
അതായത് ഈ സ്ഥലങ്ങളുടെ അടുത്ത് കൂടെയൊക്കെയാണ് ഈ അഴുക്കുചാലും മറ്റൊക്കെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒഴുകുന്നത്. ഓർ ആസ് പാസ് കൂടാ കച്ചറ ഭരാ രഹ്താ ഹെ, അടുത്ത് ഉള്ള പ്രദേശങ്ങളിലൊക്കെ ആസ് എന്ന് വെച്ചാൽ ചുറ്റുപാടുമായിട്ട് കൂടാ കച്ചറ എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, ഭരാ രഹ്താ ഹെ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ്, എല്ലാ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, സുഗന്ധം പരത്തുന്ന ഒരു സാധനമാണ് അഗർബത്തി എന്ന് പറയുന്നത്. പക്ഷെ അത് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. അത് ഉണ്ടാക്കുന്ന ആളുകളുടെ അവസ്ഥയും പരിതാപകരമാണ്. അതാണ് ആ വരിയിൽ കവി ഉദ്ദേശിക്കുന്നത്, പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സോച്ചെ ഓർ ലിഖേ യേ ഹാത്ത് കിൻ കിൻ കെ ഹോങ്കെ. അപ്പോൾ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിലൊരു ഡിസ്ക്രിപ്ഷനാണ് ഉള്ളത്. ആ ഡിസ്ക്രിപ്ഷൻ ആരുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ആദ്യം പറഞ്ഞിട്ടുള്ളത് ഉഭരി നസോ വാലെ ഹാത്ത് എന്നാണ്, അതായത് ഈ ഞരമ്പൊക്കെ തെളിഞ്ഞു കാണുന്ന കൈകൾ. അത് ഗരീബി സെ സൂഖെ ആദ്മിയോക്കെ, അതായത് ഈ ദാരിദ്ര്യം നിറഞ്ഞിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ കൈകളാണെന്നാണ് പറയുന്നത്. സൂഖേ ആദ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിഞ്ഞിട്ടുള്ള, ഇപ്പോൾ ദാരിദ്ര്യം കാരണം അങ്ങനെ ജോലിയെടുത്ത് വയ്യാത്ത രീതിയിലുള്ള ആളുകളുടെ കൈയാണ് എന്തെന്ന് പറയുന്നത്, ഇങ്ങനെ ഞരമ്പൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന കൈയായിട്ട് ഈ കവിതയിൽ പറയുന്നത്. ഘിസേ നാക്കൂനോ വാലെ ഹാത്ത്, നഖം തേഞ്ഞു പോയിട്ടുള്ള കൈകൾ ആരുടെയാണ്? കടി മെഹനത്തിയോക്കെ, അതായത് കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുടെ. പീപ്പിൾ കെ പത്തേ സെ നയേ നയേ ഹാത്ത്, ഈ ആലില പോലത്തെ എന്താണ് പുതിയ കൈകൾ, അത് കുട്ടികളുടെയാണ്. ബച്ചോക്കെ. അതുപോലെ തന്നെ ജൂഹി കി ഡാൽ സെ ഖുഷ്ബുദാർ ഹാത്ത്, ഈ മുല്ലപ്പൂവിനേക്കാൾ സുഗന്ധമുള്ള, മുല്ലപ്പൂവിൻ്റെ തണ്ടിനേക്കാൾ സുഗന്ധമുള്ള എന്താണ് കൈകൾ, അത് ആരുടെയാണ്? ലഡ്കിയോക്കെ. ലഡ്കിയോക്കെ. ഗന്ധേ കട്ടേ പിട്ടേ ഹാത്ത്, മുറിഞ്ഞിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള കൈകളൊക്കെ ആരുടെയാണ്? ബഡോക്കെ, വലിയ ആളുകളുടെയാണ്. ലാസ്റ്റ് പറയുന്നത് ജഖ്മ സെ ഫട്ടേ ഹുവേ ഹാത്ത് എന്നാണ്. ജഖ്മ എന്ന് പറഞ്ഞാൽ മുറിവ്, ഫട്ന എന്ന് വെച്ചാൽ കീറുക, അതുപോലെ തന്നെ മുറിയുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. പൊട്ടുക എന്നുള്ള അർത്ഥത്തിലും നമ്മൾ ഫട്ന എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ മുറിവൊക്കെ നിറഞ്ഞിട്ടുള്ള കൈകളുള്ള ആളുകളാണ്. അത് ആരാണ്? മെഹത്തർ എന്ന് പറഞ്ഞാൽ തോട്ടിപ്പണിക്കാർ, വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ആളുകളൊക്കെ. അപ്പം അവരുടെ കൈകളാണെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മസ്ദൂർ വർഗ് കെ ലോഗ് ഹി ഇസ് ദുനിയാ കോ സുന്ദർ और खुशबूदार बनाते हैं, क्या इससे आप सहमत है, സമർത്ഥൻ കരെ. അപ്പോൾ മസ്ദൂർ വർഗ് എന്ന് വെച്ചാൽ തൊഴിലാളി വർഗം, അതിലെ ലോഗ്, അതിലെ ആളുകളാണ് ഈ ലോകത്തെ സുന്ദരമാക്കുന്നത്, അതുപോലെ തന്നെ ഖുഷ്ബുദാറാക്കുന്നത് എന്ന് വെച്ചാൽ സുഗന്ധപൂരിതമാക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ക്യാ ഇസ്സെ ആപ് സെഹമത് ഹെ സമർത്ഥൻ കരെ. സെഹമത് ഹെ എന്ന് വെച്ചാൽ അഗ്രി ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ്. സമർത്ഥൻ കരെ എന്ന് വെച്ചാൽ സമർത്ഥിക്കുക. അപ്പോൾ അതിന് ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ मैं इस बात से पूरी तरह सहमत हूँ कि मजदूर वर्ग ही इस दुनिया को खुशबूदार और सुंदर बनाते हैं. എന്താണ്, ഞാൻ ഈ ഒരു കാര്യത്തോട്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് പൂർണ്ണമായും യോജിക്കുന്നു. എന്തെന്നാൽ ഈ തൊഴിലാളി വർഗത്തിൽപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഈ ലോകത്തെ ഖുഷ്ബുദാറാക്കുന്നത്, സുഗന്ധപൂരിതമാക്കുന്നത്, അതുപോലെ തന്നെ സുന്ദർ ബനാത്തെ ഹെ, സുന്ദരമാക്കി മാറ്റുന്നത്. ക്യോങ്കി ഉൻകി മെഹനത് കെ കാരൺ ഹി ബാക്കി ലോഗോं के जीवन सरल और सुंदर बन पाती है. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെഹനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനാധ്വാനം, ഹാർഡ് വർക്ക് കാരണമാണ് മറ്റുള്ളവർക്ക് എന്താണ് സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം സരൾ, എളുപ്പവും അതുപോലെ തന്നെ സുന്ദരവുമാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതം എളുപ്പവും സുന്ദരവുമാക്കാൻ വേണ്ടിയിട്ട് ഈ തൊഴിലാളി വർഗം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്നുള്ളതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കവിത മേ പ്രയുക്ത ശബ്ദ ഖുഷ്ബു സിർഫ് ഖുഷ്ബു നഹി ഹെ. ഈ ഒരു കവിതയിലെ ഖുഷ്ബു എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഖുഷ്ബു എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലല്ല. വിചാർ കരി ഓർ ലിഖേ യഹാ ഖുഷ്ബു ഓർ ക്യാ ക്യാ ഹോ സക്തി ഹെ. എന്നിട്ട് നിങ്ങളോട് ചിന്തിച്ചിട്ട് എഴുതാൻ പറയാണ് ഈ ഒരു കവിതയിലെ ഖുഷ്ബു എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളെ ആയിരിക്കാം എന്ന്. ഓക്കെ, അപ്പോൾ അതിന് ആൻസർ നോക്കുകയാണെങ്കിൽ ഇസ് കവിത മേ ഖുഷ്ബു കേവൽ അസ്ലി സുഗന്ധ് നഹി ഹെ. ഈ ഒരു കവിതയിലെ ഖുഷ്ബു എന്ന വാക്ക് അസ്ലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ, സുഗന്ധ് നഹി ഹെ സുഗന്ധത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സുഗന്ധം എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ ഖുഷ്ബു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. യ അച്ഛേ കാം മെഹനത് ഓർ ലോഗോ കോ മിൽനെ വാലി ഖുഷി കാ ഭി പ്രതീക് ഹെ. ഇത് എന്തിൻ്റെയൊക്കെ പ്രതീകമാണ്? അച്ഛേ കാം നല്ല കാര്യങ്ങൾ, നല്ല ജോലി, അതുപോലെ തന്നെ മെഹനത് കഠിനാധ്വാനം,
അതുപോലെ തന്നെ ലോഗോക്കോ മിൽനെ വാലി ഖുഷി, മറ്റുള്ളവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്ക് കിട്ടുന്ന സന്തോഷം, ഇതിൻ്റെയൊക്കെ പ്രതീകമാണ് എന്തെന്ന് പറയുന്നത് ഖുഷ്ബു എന്ന വാക്ക് ഈ ഒരു കവിതയിൽ. इससे कवि कहना चाहते हैं कि गरीब मजदूर अपने कठिन जीवन के बावजूद समाज के लिए उपयोगी चीज़ें बनाते हैं. അപ്പോൾ കവി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരീബ് മസ്ദൂർ, ഈ എന്താണ് ദരിദ്രരായിട്ടുള്ള ഈ തൊഴിലാളികൾ അപ്നെ കഠിൻ ജീവൻ കെ ബാവജൂദ് എന്ന് വെച്ചാൽ തങ്ങളുടെ കഠിനമായ ജീവിതം ആയിട്ട് കൂടിയും, ബാവജൂദ് എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. സമാജ് കെ ലിയെ, സമൂഹത്തിന് വേണ്ടിയിട്ട്, ഉപയോഗി ചീസെ ബനാത്തെ ഹെ, സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. അവർ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിലും സമൂഹത്തിന് അവർ യൂസ്ഫുൾ ആയ കാര്യങ്ങൾ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ खुशहाल समाज के निर्माण में मजदूर वर्ग की भूमिका विषय पर खुशबू रचते हैं हाथ कविता के ആധാർ പർ ലേഖ ലിഖേ എന്നാണ് പറയുന്നത്. വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഖുഷ്ഹാൽ സമാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടിയുള്ള നല്ലൊരു സമൂഹം, അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മസ്ദൂർ വർഗ് കി ഭൂമിക, അതിൻ്റെ നിർമ്മാണത്തിൽ മസ്ദൂർ വർഗ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, തൊഴിലാളി വർഗം, അവർ വഹിക്കുന്ന ഭൂമിക, പങ്ക് എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ട് ഖുഷ്ബു രച്തേ ഹെ ഹാത്ത് എന്നുള്ള ഈ ഒരു കവിതയെ ആധാരമാക്കിയിട്ട് ഒരു ലേഖ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേഖിനൊരു ടൈറ്റിൽ കൊടുക്കണം, അത് മറന്നു പോകരുത്, ലേഖിനൊരു ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ ഇതന്നെ എഴുതാം നിങ്ങൾക്ക്, ഇതാണല്ലോ ടോപ്പിക്കായിട്ട് തന്നിട്ടുള്ളത്. ഖുഷ്ഹാൽ സമാജ് കെ നിർമ്മാൺ മേ മസ്ദൂർ വർഗ് കി ഭൂമിക എന്നുള്ളത് ഹെഡിങ് കൊടുത്തു. എന്നിട്ട് മസ്ദൂർ വർഗ് കിസി ഭി സമാജ് കാ നീവ് ഹോത്താ ഹെ, അപ്പോൾ തൊഴിലാളി വർഗം എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തിൻ്റെയും നീവ് എന്ന് പറഞ്ഞാൽ അടിത്തറയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം, ഫൗണ്ടേഷൻ, അടിത്തറ. वे कठिन परिश्रम करके समाज के लिए वस्तुएं और सेवाएं प्रदान करते हैं. അവരെന്താണ് ചെയ്യുന്നത്, കഠിനമായിട്ടുള്ള പരിശ്രമത്തിലൂടെ എന്ത് ചെയ്യുന്നു, സമൂഹത്തിന് വേണ്ടിയിട്ട് എന്താണ് വസ്തുക്കളും അതുപോലെ തന്നെ സേവ എന്ന് പറഞ്ഞാൽ സർവീസ് ഒക്കെ നൽകുന്നു. सड़क, मकान, कपड़े, भोजन और पूजा में उपयोग होने वाली चीज़ें सब मजदूरों की मेहनत से ही मिलती है. അതായത് സടക്ക് എന്ന് പറഞ്ഞാൽ റോഡ്, മക്കാൻ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ്, ഇവിടെ ഒരു കോമ ഇടണേ, മക്കാൻ കഴിഞ്ഞിട്ടൊരു കോമ, കപ്പിടെ എന്ന് പറഞ്ഞാൽ ക്ലോത്ത്സ്, ഭോജൻ ഭക്ഷണം, അതുപോലെ തന്നെ പൂജ, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും എന്താണ് സബ് മസ്ദൂറോ കി മെഹനത് സെ ഹി മിൽത്തി ഹെ, എല്ലാം ഇത്തരം തൊഴിലാളികളുടെ ഹാർഡ് വർക്കിൽ നിന്നാണ് കിട്ടുന്നത്. ഉൻകെ ബിനാ സമാജ് കാ വികാസ് സംഭവ് നഹി ഹെ, അവരില്ലാതെ ഒരു സമൂഹം വികസിക്കുക എന്ന് പറയുന്നത് സംഭവ്യമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. इसलिए मजदूरों का योगदान समाज को आगे बढ़ाने में बहुत महत्वपूर्ण है. അതുകൊണ്ട് തന്നെ മസ്ദൂറോ കാ യോഗ്ദാൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ യോഗ്ദാൻ എന്ന് പറഞ്ഞാൽ അവരുടെ കോൺട്രിബ്യൂഷൻ, അവർ നൽകുന്ന ആ ഒരു പങ്ക് അല്ലെങ്കിൽ അവർ വഹിക്കുന്ന ഒരു റോൾ എന്ന് പറയുന്നത് ഈ ഒരു സമൂഹത്തിനെ ആകെ ബഡാനേമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനെ മുന്നോട്ട് നയിക്കാനായിട്ട് ബഹത് മെഹത്വപൂർണ്ണ ഹെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മെഹത്വപൂർണ്ണം എന്ന് വെച്ചാൽ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. खुशबू रचते हैं हाथ कविता में कवि ने अगरबत्ती बनाने वाले मजदूरों के जीवन को दिखाया है. ഖുഷ്ബു രച്തേ ഹെ ഹാത്ത് എന്നുള്ളൊരു കവിതയിൽ കവി അഗർബത്തി ഉണ്ടാക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ ആ തൊഴിലാളികളുടെ ജീവിതത്തെയാണ് കാണിച്ചിട്ടുള്ളത്. യേ മസ്ദൂർ ഗന്ദി और बदबूदार जगहों में रहकर भी സുഗന്ധിത് അഗർബത്തിയാ ബനാത്തെ ഹെ, ഈ തൊഴിലാളികൾ എന്താണ് ചെയ്യുന്നത്, ഈ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ അതുപോലെ തന്നെ വളരെ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിൽ ജീവിച്ചിട്ട് കൂടിയും സുഗന്ധമുള്ള അഗർബത്തികൾ ഉണ്ടാക്കുന്നു. ഉൻകി മെഹനത് സെ ഘർ ഓർ മന്ദിർ പവിത്ര ഹോത്തെ ഹെ, അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് വീടും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളൊക്കെ പവിത്രമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. യഹ് കവിത സിഖാത്തി ഹെ കി മസ്ദൂർ വർഗ് കഠിൻ ജീവൻ ജീനെ കെ ബാവജൂദ് സമാജ് കോ ഖുഷ്ഹാൽ ബനാനെ മേ ബഡി ഭൂമിക നിഭാത്തെ ഹെ. ഈ ഒരു കവിത സിഖാത്തി ഹെ എന്ന് വെച്ചാൽ പഠിപ്പിക്കുന്നത് എന്താണ്, കി മസ്ദൂർ വർഗ് കഠിൻ ജീവൻ ജീനെ കെ ബാവജൂദ്, ഈ തൊഴിലാളി വർഗം വളരെ കഠിനമായിട്ടുള്ള ഒരു ജീവിതമാണ്, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ജീവിതമാണ് ജീവിക്കുന്നത്. എന്നിരുന്നാലും സമാജ് കോ, സമൂഹത്തിന് ഖുഷ്ഹാൽ ബനാനേമേ, സമൂഹത്തിൽ സന്തോഷം പകരാനായിട്ട്, ഖുഷ്ഹാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല രീതിയിൽ
വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത് ആര്? തൊഴിലാളി വർഗം. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ലേഖിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. മസ്ദൂർ വർഗ്, ഖുഷ്ഹാൽ സമാജ് മസ്ദൂർ വർഗ് കി ഭൂമിക. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ദൂർ വർഗ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗം. അപ്പം സമൂഹത്തിൽ വിഭിന്നമായിട്ടുള്ള റോൾസ് ചെയ്യുന്ന തൊഴിലാളികളുണ്ട്, അവരുടെ പേര് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയ ലേഖില്, ആ ലേഖില് വരുന്ന തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആള്, അത് നമ്മൾ തൊഴിലാളികൾ എന്ന് ജനറൽ ആയിട്ടല്ലേ പറയുന്നത്. അപ്പോൾ ഏതൊക്കെ തരം തൊഴിലാളികളാണെന്നുള്ളത് ഈ വേർഡ്സ് സണ്ണിൽ ഫില്ല് ചെയ്യണം. അപ്പം മസ്ദൂർ വർഗ്, തൊഴിലാളി വർഗം, അതിൽ ആരൊക്കെ വരുന്നു എന്നുള്ളതാണ്. മെഹത്തർ, തോട്ടിപ്പണിക്കാർ വരുന്നുണ്ട്. ബഡഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പൻ്ററാണ്. ബുൻകർ എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ നെയ്യുന്ന ആളുകൾ, നെയ്ത്ത് തൊഴിലാളികളാണ്. ഖനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖനി തൊഴിലാളികൾ. കുംഹാർ എന്ന് പറഞ്ഞാൽ ഈ മൺപാത്രങ്ങളും കലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളില്ലേ, അവരെയാണ് പറയുന്നത്. ധോബി എന്ന് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന ആളുകൾ. കിസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കർഷകൻ. ദർജി എന്ന് പറഞ്ഞാൽ ടൈലർ. അപ്പോൾ അടുത്ത വേർഡ്സിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സന്തുഷ്ടമായിട്ടുള്ള സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ്. റോട്ടി, ഫുഡ് വേണം അല്ലേ. ഥാന എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ. മക്കാൻ, ബിൽഡിംഗ്. അതുപോലെ തന്നെ ശുദ്ധ പാനി, എന്താണ്? ശുദ്ധമായ വെള്ളം വേണം. കപ്പിട, ക്ലോത്ത്സ് വേണം. ആസ്പത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലാണ്. യാതായാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗതാഗതം, സ്കൂള്, ഇതൊക്കെയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഡിസ്കസ് ചെയ്തതിന് ശേഷം വേണമായിരുന്നു ലേഖിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ലേഖ് തന്നു. ലേഖ് ഒരു ചെറിയ ലേഖാണ് തന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാം റോൾ ഉൾപ്പെടുത്തി ഓരോരുത്തരെ കുറിച്ചും ഒക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടെ ഡെപ്തിൽ ഒരുപാട് എഴുതേണ്ടതായിട്ട് വരും. അപ്പം ജനറൽ ആയിട്ടുള്ള ഒരു ലേഖാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. കാരണം മെജോറിറ്റി ആളുകളും പറയാറുണ്ട് ആൻസേഴ്സ് ഭയങ്കര വലുതാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ചുരുക്കി എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ സത്യത്തിൽ ആ ലേഖ എഴുതുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്യേണ്ട ഭാഗമായിരുന്നു ഇത്. കാരണം ഇവിടെ ഹെഡിങ് ഉണ്ടോ, ഖുഷ്ഹാൽ സമാജ് മസ്ദൂർ വർഗ് കി ഭൂമിക എന്ന് പറഞ്ഞിട്ടാണ് ഈ വേർഡ്സിന് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇത് ഫില്ല് ചെയ്തിട്ട് ഈ സമൂഹത്തിൽ ഏതൊക്കെ തരം തൊഴിലാളികളാണ് ഉള്ളത്, അതുപോലെ തന്നെ സന്തുഷ്ടമായിട്ടുള്ള ഒരു സമൂഹത്തിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കി ചാർട്ട് ചെയ്തതിന് ശേഷമാണ് ലേഖ എഴുതേണ്ടിയിരുന്നത്. ഓക്കെ, ഇനി അനുബദ്ധ കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ആണ്. अपने इलाके के कुछ मजदूरों और उनके कामों को सूचीबद्ध करे और कक्षा के संकलन में जोड़े. അതായത് നാട്ടിലെ കുറച്ച് തൊഴിലാളികളും അവരുടെ ജോലികളും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഒരു എക്സാമ്പിൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മസ്ദൂരി കാ നാം, തൊഴിലിൻ്റെ പേര്. ഉസ്കാ കാം, എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ലോഹാർ എന്ന് പറഞ്ഞാൽ ലോഹയ്ക്ക് ഓസാർ ബനാന. ലോഹ എന്ന് പറഞ്ഞാൽ മെറ്റൽസ് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ലോഹാർ എന്ന് പറയുന്നത്. കിസാൻ, ഖേത് മേ കാം കർണ, കർഷകൻ എന്താണ് ചെയ്യുന്നത്? വയലുകളിൽ ജോലി ചെയ്യുന്നു. തേർഡ് വൺ കൂലി. സാമാൻ ധോന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമക്കുക എന്നുള്ളതാണ്. അപ്പം ലഗേജ് ഒക്കെ ചുമക്കുക എന്നുള്ള ജോലിയാണ് ചെയ്യുന്നത്. എവിടെയാണ് ഇവരെ കൂടുതലും നമ്മൾ കാണുക? ഇങ്ങനത്തെ ലോഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ്. ദർജി, കപ്പിടെ സിൽന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് തയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദർജി എന്ന് പറഞ്ഞാൽ ടൈലർ. ബഡയി എന്ന് പറഞ്ഞാൽ കാർപ്പൻ്റർ. ലക്കടി സെ ദർവാസെ ഖിഡ്കിയ ആദി ബനാന, ഈ മരം വെച്ചിട്ട് എന്താണ് കാർപ്പൻ്റർ ചെയ്യുന്നത്? ഡോറ്, വിൻഡോസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. സഫായി കർമ്മചാരി, സാർവജനിക് ജഗഹോ കി സഫായി കർണ. സഫായി കർമ്മചാരി എന്ന് പറഞ്ഞാൽ ഈ ക്ലീനിങ് ചെയ്യുന്ന വർക്കേഴ്സാണ്. സാർവജനിക് ജഗ എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്ലേസസ്, അതൊക്കെ ക്ലീൻ ആയിട്ട് വെക്കുന്ന ആളുകളാണ് സഫായി കർമ്മചാരി. പിന്നെ മേസൻ എന്ന് പറഞ്ഞാൽ ഈറ്റോ സെ ഭവൻ നിർമ്മാൺ കർണ, എന്താണ് ഈ ഇഷ്ടികയും മറ്റും വെച്ചിട്ട് ബിൽഡിങ്സ് ഒക്കെ പണിയുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് കവിതയുടെ ആസ്വാദൻ ടിപ്പണി എഴുതാനായിട്ടാണ്. അപ്പം ആസ്വാദൻ ടിപ്പണി എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു ആൻസർ ആണ്. പക്ഷേ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ കവിതയെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടും. ഈ ഒരു ആസ്വാദൻ ടിപ്പണിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഖുഷ്ബു രച്തേ ഹെ ഹാത്ത് ശ്രീ അരുൺ കമൽ കി കവിത ഹെ. ശ്രീ അരുൺ കമൽ രചിച്ചിട്ടുള്ള കവിതയാണ് ഖുഷ്ബു രച്തേ ഹെ ഹാത്ത് എന്ന് പറയുന്നത്. ഉൻകി കവിതായി പ്രഗതിശീൽ വിചാർധാര സെ സമ്പന്ന ഹെ. അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്താണ്? പ്രഗതിശീൽ വിചാർധാര എന്ന് പറഞ്ഞാൽ പുരോഗമന ചിന്താഗതിയാൽ സമ്പന്നമാണ്.
പിന്നെ 1996 में प्रकाशित हुए उनके तीसरे कविता संग्रह 1996 പ്രകാശിത് ഹുए എന്ന് വെച്ചാൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ഉൻകെ തീസ്രേ കവിതാ സംഗ്രഹ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ കവിതാ സംഗ്രഹമായിട്ടുള്ള നയേ ഇലാഖേമേ എന്നുള്ള ആ ഒരു കവിതാ സംഗ്രഹത്തിൻ്റെ പേരാണ് അത് നയേ ഇലാഖേമേ എന്ന് പറയുന്നത്. അതിലെ ദൂസരി കവിത ഹെ ഖുഷ്ബു രച്തേ ഹെ ഹാത്ത് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മൂന്നാമത് പബ്ലിഷ് ചെയ്യപ്പെട്ട നയേ ഇലാഖേമേ എന്ന് പറയുന്ന കവിതാ സംഗ്രഹത്തിലെ രണ്ടാമത്തെ കവിതയാണ് ഖുഷ്ബു രച്തേ ഹെ ഹാത്ത് എന്ന് പറയുന്നത്. ഇസ് കവിത മേ വേ അഗർബത്തി ബനാനെ വാലെ മസ്ദൂറോं की जीवन के बारे में बात करते हैं. ഈ ഒരു കവിതയിൽ അദ്ദേഹം അഗർബത്തി ഉണ്ടാക്കുന്ന ആളുകൾ, ആ തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. लोगों के जीवन में खुशबू फैलाने वाली अगरबत्तियाँ देश के सबसे गंदे इलाकों में बनती है. ആളുകളുടെ ജീവിതത്തിൽ സുഗന്ധം പരത്തുന്ന അഗർബത്തികൾ എന്താണ് ഈ ദേശത്തെ തന്നെ ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള പ്രദേശത്താണ് ഉണ്ടാക്കപ്പെടുന്നത്, നിർമ്മിക്കപ്പെടുന്നത്. उसे बनाने वाले मजदूर कूड़े करकट भरे जगहों और नालों के पास वाली तंग गलियों में रहते हैं. അതായത് ഈ അഗർബത്തികൾ ഉണ്ടാക്കുന്ന ആളുകൾ, തൊഴിലാളികൾ കൂടെ കർക്കട്ട് ഭരെ വേസ്റ്റ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ജഗഹ് എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നാലോക്കി പാസ് വാലി ഈ അഴുക്ക് ചാലുകളുടെ അടുത്തുള്ള തങ്ക് ഗലിയോമേ ഇടുങ്ങിയിട്ടുള്ള ഗലികളിൽ ആണ് താമസിക്കുന്നത്. വ ജഗ ബദ്ബൂ സെ ഭരി ഹോത്തി ഹെ. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്രയും ദുർഗന്ധം വമിക്കുന്ന സ്ഥലമാണ്. ബദ്ബൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഗന്ധം എന്നാണ്. വഹാ പർ അനേക തരഹ കെ ഹാത്ത് ഖുഷ്ബു രച്തേ ഹെ. ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് അനേകം തരത്തിലുള്ള കൈകൾ എന്ത് ചെയ്യുന്നു? ഖുഷ്ബു രച്തേ ഹെ, സുഗന്ധം ക്രിയേറ്റ് ചെയ്യുന്നു. കടി മെഹനത് കെ കാരൺ കയ്യോ കെ ഹാത്തോ കി നസെ ഉഭർ ആയേ ഹെ. ഈ കഠിനമായിട്ടുള്ള ജോലി കാരണം അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് വർക്ക് കാരണം ഒരുപാട് ആളുകളുടെ ഹാത്തോ കി നസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലെ ഞരമ്പുകളൊക്കെ പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് പറ്റും. ഉഭർ ആയേഹ എന്ന് പറഞ്ഞാൽ അതാണ്, കറക്റ്റായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ്, നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. ഓർ കയ്യോ കെ നാഖൂൻ ഗിസ് ഗയേ ഹെ. ഒരുപാട് ആളുകളുടെ നഖമൊക്കെ തേഞ്ഞു പോയിട്ടുണ്ട്. ഇൻ മസ്ദൂറോ കി ബച്ചെ ഓർ ഉൻകി ഘർ കി ഔറത്തെ വി യഹ് കാം കർത്തി ഹെ. ഈ തൊഴിലാളികളുടെ വീട്ടിലെ കുട്ടികളും അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ സ്ത്രീകളും ഈ ജോലി ചെയ്യുന്നുണ്ട്. उनके हाथ पीपल के पत्ते की और जूही की डाल की तरह होती है. അവരുടെ കൈ എന്ന് പറയുന്നത് ആലില പോലെയും അതുപോലെ തന്നെ ജൂഹി കി ഡാൽ ഈ മുല്ലപ്പൂവിൻ്റെ തണ്ട് പോലെയുമാണ് ഉള്ളത്. കോമൽ ഓർ ഖുഷ്ബുദാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സോഫ്റ്റും അതുപോലെ തന്നെ സുഗന്ധമുള്ളതുമായിട്ടുള്ള. കൈ ലോഗോ കെ തോ ഹാത്ത് കട്ടെ ഓർ ജഖ്മ സെ ഫട്ടെ ഹുए है. കുറേ ആളുകളുടെ കൈകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുറിഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ ഒരുപാട് മുറിവുകളും കിറലുകളൊക്കെയുള്ള കൈകളാണ്. അവരുടെ കയ്യിൽ അത്രയും മുറിവുകൾ ഉണ്ടായിരിക്കും. ഇസി ഗലി മേ ബൻതി ഹെ മുൽക്ക് കി മഷ്ഹൂർ അഗർബത്തിയാ. ഈ ഗലിയിൽ ഈ പ്രദേശത്ത് തന്നെയാണ് ഈ ലോകത്തെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ദേശത്തെ ഈ പ്രദേശത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അഗർബത്തികൾ ഉണ്ടാക്കപ്പെടുന്നത്. യഹി ലോഗ് ബനാത്തെ ഹെ കേവ്ഡ ഗുലാബ് ഖസ് ഓർ രാത് റാണി അഗർബത്തിയാ. ഇവർ തന്നെയാണ് പല പല ഫ്രേഗ്രൻസിലുള്ള അഗർബത്തികൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ കവിതയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നില്ല. ഓക്കെ. ये गरीब मजदूर गंदगी में रहते हुए भी अपने हाथों से ഖുഷ്ബു രച്തേ ഹെ. ഈ ഗരീബായിട്ടുള്ള ഈ ദരിദ്രരായിട്ടുള്ള മസ്ദൂർ തൊഴിലാളികൾ ഗന്ദഗി മേ രഹത്തെ ഹുവേ ബി ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ചിട്ട് കൂടിയും അപ്നെ ഹാത്തോ സെ തങ്ങളുടെ കൈകൾ കൊണ്ട് ഖുഷ്ബു രച്തേ ഹെ എന്താണ്? സുഗന്ധം ക്രിയേറ്റ് ചെയ്യുന്നു. ഇസ് കവിത മേ കവി ने मजदूरों के संघर्ष का चित्रण किया है. ആ ചിത്രം എന്ന് മാത്രം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർമിക് ചിത്രം എന്ന് ആക്കാം. ചിത്രം എന്ന് മാത്രം എഴുതിയോണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കവിതയിൽ കവി എന്താണ് ചെയ്തിട്ടുള്ളത്? മസ്ദൂറോ കെ സംഘർഷ് ക, ഈ തൊഴിലാളി വർഗത്തിൻ്റെ സംഘർഷമാണ്, അവരുടെ സ്ട്രഗിളാണ് കാണിച്ചിട്ടുള്ളത്, ചിത്രീകരിച്ചിട്ടുള്ളത്. വേ ഖുദ് ഗരീബി സെ ജൂജ്തെ ഹുए भी दूसरों का जीवन സുഗം ബനാത്തെ ഹെ. അവർ സ്വയം ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴും അവരെന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ ജീവിതം സുഖം ആക്കാനായിട്ട്, സുഖം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സുഗമമാക്കാനായിട്ട്, മലയാളത്തിൽ എളുപ്പമുള്ള അല്ലെങ്കിൽ സുഗമമാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോഴും അവർ സ്വയം എന്താണ്? ദരിദ്രരായിട്ട് തന്നെ അവശേഷിക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. യഹാ ഗന്ദഗി കാ താത്പര്യ മസ്ദൂറോ കി ഗരീബി और खुशबू रचना दूसरों के जीवन को सरल और सुंदर बनाना है. ഇവിടെ ഗന്ദഗി എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ
തൊഴിലാളികളുടെ ഗരീബി, അവരുടെ ദാരിദ്ര്യത്തെയും അതുപോലെ തന്നെ ഖുഷ്ബു രചന, സുഗന്ധം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം എളുപ്പമാക്കുക എന്നുള്ള കാര്യത്തെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം സുന്ദരമാക്കുക എന്നുള്ള ഒരു കാര്യത്തെയും ആണ്. ഇത്രയാണ് ഈ ഒരു കവിതയുടെ ആസ്വാദൻ ടിപ്നിയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സജഷൻസ് തന്നെ കമൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.